വീക്കെൻഡ് ഒക്കെ അല്ലേ, ഒന്ന് അമ്പലത്തിൽ പോയി വരാം. ഈ മാസം കഴിഞ്ഞാൽ എനിക്ക് 5 മാസം തികയും. പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. രാവിലെ എണീറ്റപ്പോ ഒരു ഭക്തിമൂഡ് അങ്ങോട്ട് വന്നു. ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ഈ വഴി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എല്ലാ ഡാൻസും റീലൊക്കെ ഇവിടെ വന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യലാണ് ഞങ്ങൾ. ഈ സ്ഥലത്തിനൊരു പേരും കൊടുത്തിട്ടുണ്ട്, സ്നേഹാരാമം. പേര് മാത്രമേ ഉള്ളൂ, ആരും ഇവിടെ വന്ന് ഇരിക്കാറില്ല. അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി. അമ്പലത്തിലേക്കുള്ള വഴി ഫുള്ള് കാട് കെട്ടി കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വഴി കൂടെ അങ്ങോട്ട് നടന്നു. അമ്പലത്തിന്റെ മുന്നിലെത്തിയപ്പോ അവിടെ എന്തോ പണി ഉണ്ടായിരുന്നു. അപ്പോ ഇതാണ് ഞങ്ങൾ അമ്പലം, പള്ളിക്കൽ ശിവക്ഷേത്രം. അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ എന്റെ പേരിലും ഞാൻ 2 വഴിപാട് കഴിച്ചു. 2 പുഷ്പാഞ്ജലിയും 2 നെയ്വിളക്കും. പിന്നെ അമ്പലത്തിനുള്ളിൽ കയറി നല്ലോണം പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ വാങ്ങി വീട്ടിലേക്ക് നടന്നു. രാവിലെ തന്നെ അമ്പലത്തിൽ പോയാൽ ഒരു പോസിറ്റീവ് വൈബാട്ടോ. പോകുന്ന വഴി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടീനെ കണ്ടു, ഷിറ്റ്സു. അതാണെങ്കിൽ മണപ്പിച്ച് എന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. പോകുന്ന വഴി കടയിലെ ചില്ലുംകൂട്ടില് വടയും പഴംപൊരിയും. പിന്നെ അത് വാങ്ങാണ്ട് പോരാൻ പറ്റുമോ? വീട്ടിലെത്തി വേഗം ഒരു പാൽച്ചായം കാച്ചി പഴംപൊരിയും വടയും കൂട്ടി അങ്ങോട്ട് കുടിച്ചു. ഇപ്പോഴായാലും എനിക്ക് നല്ല വിശപ്പാണ്. ഇന്ന് ഫുള്ളും ഭക്തി ഡേ ആയതുകൊണ്ട് ഇന്ന് മീൻ കൂട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ സോയാബീൻ പൊരിക്കുകയാണ്. പച്ചക്കറി വെക്കാൻ മടിയായതുകൊണ്ട് ഞാൻ അമ്മേനോട് മുരിങ്ങേന്റെ ഇല താളിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അതും കൊണ്ട് വരുന്നുണ്ട്. പ്രഗ്നന്റ് ആയ നമ്മൾ പറയുന്നതെല്ലാം കിട്ടുമല്ലോ. അങ്ങനെ മുരിങ്ങേന്റെ ഇലേന്റെ കറിയും വാഴക്കൊപ്പേരിയും സോയാബീൻ പൊരിച്ചതും ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെ റെഡിയാക്കി അവിടെ വെച്ചു. ചോറൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ എണീറ്റ് കുളിച്ച് വൃത്തിയായി അമ്മേനെയും കൂട്ടി താഴെ അമ്പലത്തിലേക്ക് പോയി. ഇതാണ് ഞങ്ങളെ തറവാട്ടമ്പലം, മുണ്ടനടുത്ത് മഹാക്ഷേത്രം. നമ്മളെ അമ്പലമായതുകൊണ്ട് നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കി വിളക്കൊക്കെ കഴുകിയിട്ട് വേണം കത്തിക്കാൻ. ഞാൻ വിളക്കൊക്കെ കത്തിച്ച് നല്ലോണം പ്രാർത്ഥിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.